മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും പ്രതിഷേധമുണ്ടായിരിക്കുന്നു. അതിരൂപത ആസ്ഥാന സിനഡ് അനുകൂലികളുടെ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഫാദർ ആന്റണി പെരുമായനെതിരെ നടപടി സ്വീകരിക്കണം. 1 മണിക്കൂറിനുള്ളിൽ തീരുമാനം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാരുടെ വാക്കുകളിലേക്ക്. അവിടെ പോയി സഭയുടെ കുർബാന അർപ്പിക്കുന്നതിന് പകരം ഇല്ലിസിറ്റായ സഭ നിരോധിച്ച കുർബാന അർപ്പിച്ചു. ആന്റണി പെരുമായൻ അച്ഛനെ അന്വേഷണ വിധേയമായിട്ട് 1 മണിക്കൂറിനകത്ത് സസ്പെൻഡ് ചെയ്ത വൈറ്റൽ ഡോക്യുമെന്റ്സ് വേണമെന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, വൈറ്റൽ ഡോക്യുമെന്റ്സ് രൂപത ഇറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതില്ലാതെ നമ്മൾ പുറത്തു പോകില്ല. രണ്ടാമത്, ഇവിടെ കുറെ നാളായിട്ട് 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിരൂപത വൈദിക തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ കൗൺസിൽ ഇവിടെ ട്രേഡ് യൂണിയൻ നിലവിലുണ്ട്, വൈദിക സമിതിയുണ്ട്, പാസ്റ്റർ കൗൺസിലും ഉണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല എന്ന് പിതാവ് തന്നെ ഡോക്യുമെന്റ് ആയിട്ട് അറിയിക്കണമെന്ന് പറഞ്ഞു. പിതാവ് മോളി വെച്ച് സംസാരിച്ച് പറഞ്ഞു അങ്ങനെ ഒരു സമിതി നിലവിലില്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് വാമൊഴിയായിട്ട് നമുക്ക് കെട്ടിയിട്ട് കാര്യമില്ല. വൈദിക സമിതി ഇല്ല എന്ന് പിതാവ് പറഞ്ഞത് ഡോക്യുമെന്റ് ആയിട്ട് ഇറക്കണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, വീണ്ടും ഈ കുർബാന തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ പ്രതിഷേധക്കാർ ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തിയിരിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ പരിഹാരം കാണണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിക്കുകയുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? തുടരുകയാണ്. ഈ ബിഷപ്പ് ഹൗസിന് മുൻപിലാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബോസ്കോ പുത്തൂരുമായിട്ട് അല്പം മുൻപ് ഇവർ മാർത്തോമ നസ്രാണി സംഘത്തിന്റെ ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർ നേരത്തെ ബോസ്കോ പുത്തൂരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സിനഡ് കുർബാന, അതായത് സഭ അംഗീകരിച്ച സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികർക്കെതിരെ പല പള്ളികളിലും കഴിഞ്ഞ ദിവസം 25-ാം തീയതി മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അവർക്കെതിരെ അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൃത്യമായ നടപടിയെടുക്കണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ ഫാദർ ആന്റണി പെരുമായൽ ജനാഭിമുഖ കുർബാന ചൊല്ലിയിരുന്നു. ഇദ്ദേഹം നേരത്തെ സിനഡ് കുർബാന അർപ്പിക്കാമെന്ന് എഴുതി നൽകിയിരുന്ന വ്യക്തിയാണ്. പക്ഷെ ആ എഴുതി നൽകിയിട്ടും ഇദ്ദേഹം ഈ കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ വെച്ചിട്ട് ജനാഭിമുഖ കുർബാന നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ പിരിച്ചുവിടണമെന്നും അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം. അതുപോലെ തന്നെ ഈ വൈദികർക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. അത് നിരവധി പള്ളികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. കാലടി താന്നിപ്പുഴ പള്ളിയിൽ, അതുപോലെ തന്നെ പറവൂർ കോട്ടക്കാവ് പള്ളിയിലൊക്കെ തന്നെ പ്രതിഷേധമുണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പള്ളികളിലൊക്കെ, അതുപോലെ തന്നെ ഫാദർ ജോർജ് നെല്ലിശ്ശേരി അദ്ദേഹത്തിനെതിരെയും വലിയ രീതി അദ്ദേഹത്തെ പൂട്ടിയിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് ആലുവ ചുണങ്ങവേലി സെന്റ് ജോസഫ് പള്ളി വികാരിയാണ് അദ്ദേഹം. അവിടെ വെച്ച് സിനഡ് കുർബാന അർപ്പിക്കാൻ എത്തിയ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പൂട്ടിയിടുകയും മറ്റും ചെയ്യുന്ന വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ തരം പ്രവർത്തികൾക്കൊക്കെ നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി വേണം എന്നതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. 1 മണിക്കൂറിന് ഈ ചർച്ചകൾ രാവിലെ 9:30-ക്കാണ് ഈ ചർച്ച ആരംഭിച്ചത്. ഈ ചർച്ചയിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കും എന്ന് ബോസ്കോ പുത്തൂർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ പോരാ, എഴുതി നൽകണം. പ്രത്യേകിച്ച് സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട സർക്കുലർ വേണം. ഒപ്പം തന്നെ ഈ വൈദികർക്കെതിരെ, ഈ ജനാഭിമുഖ കുർബാന നടത്തുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കണം. അത് സംബന്ധിച്ച സർക്കുലർ വേണം. ഒപ്പം തന്നെ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ കുർബാന അർപ്പിച്ചിട്ടുള്ള ഫാദർ ആന്റണി പെരുമായലിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് സർക്കുലർ വേണം, അല്ലെങ്കിൽ അത് എഴുതി നൽകണം എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതുപോലെ തന്നെ മറ്റ് ഈ അൽമയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട അത്തരം ഒരു സംഘടന ഇല്ല എന്നും അത്തരം ഒരു സംഘടനയ്ക്കെതിരെ ഒരു സംഘടന നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം സഭയിൽ നിന്ന്, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്ന് എഴുതി നൽകണം എന്നതുമാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ 1 മണിക്കൂറിനകം എഴുതി നൽകാം എന്നാണ് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരിക്കുന്നത്.
അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. ഇവർ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ എഴുതി നൽകിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ സിനഡ് കുർബാന അർപ്പിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ സിനഡ് കുർബാന അർപ്പിക്കുന്ന വൈദികർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാവുകയും അവരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥകളിലേക്കും ഒക്കെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ് ഇവർ നൽകുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ നിലവിൽ ഇവിടെ വലിയ പ്രതിഷേധം, ഇവിടെ കുത്തിയിരുന്ന പ്രതിഷേധമാണ് നമുക്ക് മുന്നിൽ കാണാം. ഇവിടെ കുത്തിയിരുന്ന പ്രതിഷേധം ആണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് അത് എഴുതി നൽകണമെന്ന ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയും അത് ചെയ്യും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകും. ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പല വൈദികരെയും കയ്യേറ്റം ചെയ്യുന്ന ഇത്തരത്തിലുള്ള രീതികൾ ഒന്നും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇവിടെയും, അതായത് ബിഷപ്പ് ഹൗസിലും ഒപ്പം തന്നെ മറ്റിടങ്ങളിലുമെല്ലാം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ നിലവിൽ ബോസ്കോ പുത്തൂരുമായി ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടിനായിട്ടാണ്, അതൊരു ഡോക്യുമെന്റായിട്ട് എഴുതി കിട്ടേണ്ട കിട്ടണം എന്നൊരു ആവശ്യവുമായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ തൊട്ടടുത്ത് പോലീസും എല്ലാവരും ഉണ്ട്. ഇത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഈ എറണാകുളം ബിഷപ്പ് ഹൗസിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ. അശ്വതി, അതുപോലെ തന്നെ ഈ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അതായത് ഇവർ അതായത് കുർബാന, അതായത് ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കണം, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. വൈദിക സമിതി ഇല്ല എന്ന് ബോസ്കോ പുത്തൂർ എഴുതി നൽകണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് മാധ്യമങ്ങൾക്ക് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വൈദിക സമിതി അംഗങ്ങൾ, അതായത് ജനാഭിമുഖ കുർബാന തന്നെ തുടരണം എന്നാവശ്യപ്പെടുന്ന അംഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി, അത്തരം ജനാഭിമുഖ കുർബാന തുടരുന്ന വൈദികർക്കെതിരെയും അതിന്റെ പ്രവർത്തകർക്കെതിരെയും നടപടിയെടുക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും, അതായത് അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ എഴുതി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഇവരുടെ പ്രതീക്ഷ. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ള, സിനഡ് അംഗീകരിച്ചിട്ടുള്ള, മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ള സിനഡ് കുർബാന തന്നെ 25-ാം തീയതി മുതൽ അർപ്പിക്കണമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് പല പള്ളികളിലും നടന്നിട്ടില്ല. ഭൂരിഭാഗം പള്ളികളിലും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും അത് നടന്നിട്ടില്ല. കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നതാണ്, ഈ വൈദികർക്കെതിരെ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതായത് മാർത്തോമ നസ്രാണി സംഘത്തിന്റെ അടക്കമുള്ള, അതായത് ഈ ഏകീകൃത കുർബാന അംഗീകരിക്കുന്ന വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സമ്മർദ്ദമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അത്തരത്തിലുള്ള ഒരു സർക്കുലർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അൽമയ മുന്നേറ്റം അടക്കമുള്ള ആളുകൾ, ഒപ്പം മറ്റു വൈദിക സമിതിയിലെ അംഗങ്ങൾ, അവരൊക്കെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്നും എങ്ങനെയാണ് എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇദ്ദേഹം ഇവിടെ ബോസ്കോ പുത്തൂർ ഉണ്ട്. അദ്ദേഹം ഈ ബിഷപ്പ് ഹൗസിന് ഉള്ളിലുണ്ട്. അദ്ദേഹവുമായി നേരത്തെ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇവർ ഇവിടെ കുത്തിയിരുന്ന സമരം, മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അതായത് MTNS-ന്റെ ആളുകൾ ഇവിടെ കുത്തിയിരുന്ന ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ സർക്കുലർ കാര്യങ്ങൾ എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി മാർപ്പാപ്പ നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അത് നടപ്പായില്ല എന്നതൊരു വാസ്തവം തന്നെയാണ്. ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്ററും നേരത്തെ തന്നെ സർക്കുലറുകൾ ഇറക്കിയിട്ടുണ്ട്. 25-ാം തീയതി മുതൽ ജനാഭിമുഖ കുർബാനയല്ല ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് അദ്ദേഹവും നേരത്തെ സർക്കുലർ ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും തന്നെ പ്രാവർത്തികമാക്കപ്പെട്ടില്ല എന്നതാണ് ഇവിടുത്തെ നിലവിലെ ഒരു അവസ്ഥ. എന്തായാലും ഈ അവൈദികർക്കെതിരെ നടപടിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്പസമയത്തിനകം ഒരു പക്ഷേ ബോസ്കോ പുത്തൂറിന്റെ ഭാഗത്ത് നിന്ന്
എന്ന ഒരു തീരുമാനമുണ്ടാകും. അത് സർക്കുലറായി ഡോക്യുമെന്റ് ആയിട്ട് തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇവരും ഈ പ്രതിഷേധക്കാരും ഇപ്പോൾ നിലവിൽ പറയുന്നത്. അവർ ഒരു മണിക്കൂർ സമയമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ആ 1 മണിക്കൂറിനുള്ളിൽ ഇത് സംഭവിക്കും. ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പ്രതിഷേധക്കാരും കാത്തിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. കുർബാന തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. എറണാകുളം ബിഷപ്പ് ഹൗസിലാണ് പ്രതിഷേധം നടന്നത്. സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഏകീകൃത കുർബാനയെ പിന്തുണയ്ക്കുന്നവരാണ് പ്രതിഷേധിക്കുന്നത്. വിശ്വാസികൾ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരുമായി ചർച്ച നടത്തുകയാണ്. വിമതരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ അതിരൂപതയിൽ നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തീരുമാനം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും AT അശ്വതി നൽകിയത്.